ഗൈസ് ഈ വലിയ മാലയൊക്കെ ഇട്ട് അമ്മച്ചി പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനൊന്ന് പേടിച്ച് പോയിട്ട് ഇവരിങ്ങനെ തുറച്ച് നോക്കി എന്താ എൻ്റെ അടുത്ത് തന്നെ പാർട്ട് 2 4 വർഷത്തെ കാത്തിരിപ്പിൻ്റെ സാധനം വാങ്ങാൻ പോകുന്ന വ്ളോഗാണ്. അപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ മോളെ തിരുനെൽവേലിക്കുള്ള ട്രെയിൻ ഏത് സ്റ്റേഷനിൽ വരും, ഏത് പ്ലാറ്റ്ഫോം ആണെന്ന് അറിയാവോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഉണ്ടായ ആപ്പ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു അതിൽ പ്ലാറ്റ്ഫോം നമ്പർ 5 കാണിക്കുന്നത് അമ്മച്ചി എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി അതും കേട്ടിട്ട് പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്നതാണ്. പക്ഷെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡിലാണ് പോയത്. അമ്മച്ചി വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിരുന്നു, ലുക്ക് പോലെ അല്ല എന്നാണ് ഞാനപ്പോൾ മനസ്സിലാക്കിയത്. നേരം ഇരുന്നിട്ട് ശ്രദ്ധിച്ചത് ഈ അമ്മച്ചീനെയാണ്. ഈ പിക്ചറിൻ്റെ അടുത്ത് പോയിട്ട് എന്തോ വടിക്കഷ്ണമോ ചൂരിൽ എന്തോ കൊണ്ടിട്ട് ഇങ്ങനെ തട്ടി എന്തോ സ്വയമേ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ട് ഈ അമ്മച്ചി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അത്രയും നേരം ഇരുന്നിട്ടുള്ള കാഴ്ചകൾ കൂടുതൽ എന്തായിരുന്നു വെച്ചാൽ ഈ വണ്ടി തള്ളിക്കൊണ്ട് പോകുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വട്ടം നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇരുന്നിരുന്ന് ഏറെക്കുറെ ഒരു ഈവനിങ് ടൈം ആയി വന്നപ്പോഴേക്കും എൻ്റെ മനസ്സിനൊരു ആശ്വാസം. കുറച്ച് കഴിഞ്ഞാൽ ട്രെയിൻ വരുമല്ലോ, ആലോചിക്കുണ്ടാവും ഈ 8 മണിക്കുള്ള ട്രെയിന് ഞാൻ എന്തിനാണ് ഈ ഉച്ചക്കേ വന്ന് ഇങ്ങനെ ഇരിക്കണേന്ന്. സംഭവം പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു യാത്ര ആയതുകൊണ്ട് നേരത്തെ ട്രെയിൻ ബുക്ക് ചെയ്യാനോ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് നേരത്തെ വന്നിരുന്ന് ട്രെയിൻ നോക്കി അതിൽ തന്നെ പോകാമെന്നുള്ള പ്ലാനിൽ നിൽക്കുന്നത്. അങ്ങനെ നൈറ്റ് ആയ സ്ഥിതിക്ക് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വരും എന്ന് അറിഞ്ഞുകൊണ്ട് നേരെ ടിക്കറ്റ് എടുക്കാനുള്ള പോക്കാണ് ഈ കാണുന്നത്. അങ്ങനെ ഞാൻ ടിക്കറ്റ് പ്ലാറ്റ്ഫോമിലോട്ട് നടന്നപ്പോൾ ഈ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോകാൻ ആൾക്കാർ വളരെ സിമ്പിളായിട്ട് നമ്മുടെ റെയിൽവേ പാളം കടന്നൊക്കെ പോകണം. അതുപോലെ പോയാലോന്ന് ഓർത്ത് പിന്നെ ഞാൻ റിസ്കി വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ തന്നെ അങ്ങ് നടന്ന് പ്ലാറ്റ്ഫോം നമ്പർ 3 അങ്ങ് പോവുകയാണ്. 4 വർഷം കാത്തിരുന്ന സാധനം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ 4 വർഷം നഴ്സിംഗ് പഠിച്ച എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്ന പോക്കാണ്. വാങ്ങുന്നതിന് ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ശരിക്കും ഉണ്ട്. കാരണം ആ 4 വർഷവും പഠിച്ചത് ആ ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും കയ്യിൽ കിട്ടണം എന്നുള്ള അത്രയ്ക്ക് ആഗ്രഹം കൊണ്ടായിരുന്നു. ശരിക്കും ഇത് എൻ്റെ 2ാമത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകലാണ്. ഒരു പ്രാവശ്യം പോയിട്ട് ഞാൻ 3G ആയിട്ട് വന്നായിരുന്നു. പക്ഷെ എല്ലാം ശരിയാവണേന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ എൻ്റെ ട്രെയിനിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. ഈ ദിക്കർ ചെല്ലലൊക്കെ മെയിനായിട്ട് എൻ്റെ ഈ ഒറ്റക്കുള്ള യാത്രയിലൊക്കെ കൂടുതലും ഞാൻ ചൊല്ലി അങ്ങനെ ഇരിക്കാറുണ്ട്. അതൊരു ധൈര്യമാണ്. ഇപ്പോൾ നമ്മൾ 8 മണിക്ക് കാത്തിരുന്ന ട്രെയിൻ വളരെ ഷാർപ്പായിട്ട് 8:20 ആയപ്പോൾ പ്ലാറ്റ്ഫോമിൽ വന്ന്. ചെറിയ പരിഭവമൊക്കെ എനിക്ക് ട്രെയിനോട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത്രയും വെയിറ്റ് ചെയ്ത് എനിക്ക് ആ 20 മിനിറ്റ് ഞാൻ അങ്ങോട്ട് കഷ്ടപ്പെട്ടങ്ങ് വെയിറ്റ് ചെയ്തു. കമ്പാർട്ട്മെൻറ്റ് യാത്ര ചെയ്യാണ്ട് സീറ്റ് കിട്ടില്ലെന്ന് വിചാരിച്ചെങ്കിലും സീറ്റൊക്കെ സെറ്റായിരുന്നു. വലിയ ക്രൗഡൊന്നും ഇല്ലാത്ത ബോഗിയുമായിരുന്നു. ആൾക്കാരാണെങ്കിലും വളരെ ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ, അവരവരെ കാര്യം നോക്കി അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നു. എനിക്ക് നല്ല വിശാലമായ സീറ്റും പ്ലസ് എൻ്റെ ബാഗ് വെക്കാനുള്ളൊരു സ്പേസും കൂടെ എനിക്ക് അവിടെ ധാരാളമായിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ സ്ഥലത്ത് എത്തി ഗൈസ്. ഞാൻ പഠിച്ച ആന്ധ്രാപ്രദേശ് തിരുപ്പതിയിൽ ഞാൻ എത്തി. ഇവിടേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഈ ക്രൗഡഡ് ആയിട്ടുള്ള ഫേസസ് എല്ലായിടത്തും നമുക്കിങ്ങനെ കാണാം. ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. അപ്പോൾ ടാറ്റാ.